ഈ സർക്കാരിലായിരുന്നു എനിക്ക് വീട് കിട്ടൂലായിരുന്നു. നല്ല സന്തോഷം തോന്നുന്നു മക്കളെ. മഴവെള്ളത്തിൽ കിടക്കും പോലെ കിടന്നാണ് ഒരു വീട് കിട്ടിയത്. നമുക്കൊരു കൊച്ചു വീടെങ്കിലും തന്നില്ലേ, അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ശരീരസുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ പ്രവർത്തിക്കാനും ഇറങ്ങാൻ നല്ല നല്ല ആഗ്രഹം. ആവുമ്പം പാലിയാച്ചാണ് എന്ത് തോന്നുന്നു? സന്തോഷം തന്നെ. കയറി കിടക്കാടില്ലാത്ത നമുക്ക് പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾ നല്ലതാണ്, വളരെ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. ഒരു തിരിച്ച് വരണം. അതാണ് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, തിരിച്ച് വരണമെന്നുള്ളത് തന്നെ. എന്നാലേ ഇനിയും കുറച്ച് പേർക്കും കൂടെ വീടുകളും കിട്ടാനും ഒക്കെ ഉണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും വരണം. എല്ലാ പാവപ്പെട്ടവരെയും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് എന്തായിരുന്നാലും തീർച്ചയായിട്ടും വരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള തീരുമാനങ്ങൾ. ലൈഫിൽ വീടുള്ള ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. പിന്നെ എനിക്ക് ലൈഫിൽ വീട് സ്ഥലം കിട്ടിയായിരുന്നു. പോത്തങ്കോട് അരിപ്പാറ മരുതമൂട് ജംഗ്ഷനിലാണ് കിട്ടിയത്. 2022 21 കൊടുത്ത് 22 സാങ്ഷനായി. ഇപ്പം വീട് വച്ചു, അടുത്ത മാസം പാല് കാച്ചു എന്നുള്ള ഇതിൽ ഇരിക്കുന്നു. സന്തോഷമാണ്. ഈ സർക്കാർ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഞങ്ങൾ താമസിക്കുന്നിടത്ത് 50 പേർക്ക് അവിടെ 50 സെൻറ്റ് സ്ഥലം 14 പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരും വീടുമായി 7-8 പേര് കെട്ടി പൂർത്തിയാക്കി. അടുത്ത മാസം തന്നെ മിക്കവാറും ഒരു 10-15 പേര് താമസത്തിനോട്ട് തുടങ്ങും. ഞങ്ങൾക്ക് വീട് കിട്ടി, വലിയ സന്തോഷം. ഞങ്ങൾക്ക് വീട് ഇല്ലായിരുന്നു, വളരെ വിഷമിച്ചിരുന്നു. ഞങ്ങൾക്ക് വീട് കിട്ടിയതിൽ വലിയ സന്തോഷം. ഗവൺമെന്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ലൈഫിൽ വീട് കിട്ടിയതാണ്. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നു മക്കളെ. മഴവെള്ളത്തിൽ കിടക്കും പോലെ കിടന്നാണ് ഒരു വീട് കിട്ടിയത്. നമുക്കൊരു കൊച്ചു വീടെങ്കിലും തന്നില്ലേ, അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പഞ്ചായത്തിൻ്റെ ലൈവ് പദ്ധതിയിൽ വീട് കിട്ടി, വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം കിടന്ന പച്ചക്കല്ല വീട് ഇടിഞ്ഞ് പൊടിഞ്ഞൊക്കെ കിടന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണീര് വീത്തിയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് അലിഞ്ഞ് പഞ്ചായത്തിൻ്റെ ലൈവ് പദ്ധതിയുടെ വീടാണ് കിട്ടിയത്. ഏറ്റവും സന്തോഷം. പണി തീർന്നില്ല, ഇപ്പോൾ വാർത്തതേ ഉള്ളൂ. വളരെ 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 സന്തോഷം. ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ശരീരസുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ പ്രവർത്തിക്കാനും ഇറങ്ങാൻ നല്ല നല്ല ആഗ്രഹം. ലൈഫിൻ്റെ വീട് കിട്ടിയുള്ള വീടിഞ്ഞൊക്കെ കിടന്ന് ഇപ്പം ശരിയാക്കി, ഒരുവിധമൊക്കെ ശരിയാക്കിയായി. വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത് തന്നെ, ഈ ഭരണം തന്നെ വരണം. എങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് എന്തിനു ഉപകാരമുള്ളൂ, എന്തിന് ഇതുവരയ്ക്കും നമുക്ക് എന്തിനു ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഇത് തന്നെ വരണമെന്ന് നിറഞ്ഞ സന്തോഷമുണ്ട്. ഇനി വീട് കിട്ടിയായിരുന്നു. 12 വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഇപ്പോഴേ പള്ളിച്ചൽ പഞ്ചായത്ത് 1-ാം വാർഡിൽ ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ ഇത് ഗവൺമെൻറ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് പൂർത്തീകരിച്ച്, ഇനിയും തറ മാത്രം ഇട്ടാൽ മാത്രം മതി. ഇന്ന് മണ്ണും വീടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ, വീട് പണി തുടങ്ങുന്നതേ ഉള്ളൂ. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. വളരെ സന്തോഷം, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ലൈഫിൽ വീട് കിട്ടി, ആരും ഇല്ലാത്ത എനിക്ക് ആ വീട് കിട്ടിയ വളരെ സന്തോഷം. ഇപ്പൊ സന്തോഷത്തോടെ കഴിയുന്നു, ആരും ഇല്ലാതെ സന്തോഷത്തോടെ ഞാൻ കഴിയുന്നു. ലൈഫിൻ്റെ വീട് കിട്ടി, എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. 2 മക്കളെയും കൊണ്ട് യാതിൽ കഴിയണം. ലൈഫിൻ്റെ വീട് കിട്ടി. ഈ സർക്കാരിലായിരുന്നു എനിക്ക് വീട് കിട്ടൂലായിരുന്നു. അതുകൊണ്ട് ആ സർക്കാരിന് 100% ഇനിയും വരണം. പാവങ്ങൾക്ക് വീട് കിട്ടണം. ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. അതുകൊണ്ട് ഇനിയും 100 പേരൊക്കെ, ഇനി ഒരുപാട് പേരൊക്കെ വീട് കിട്ടാണ്ട് എല്ലാവർക്കും വീട് കിട്ടണം. ഈ സർക്കാർ ഇനിയും തുടർന്ന് വരണം. ഈ പറയുന്ന എല്ലാ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ 2ാമതും പിണറായി സർക്കാർ. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാർ തുടരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ആഗ്രഹം, എല്ലാ സാധാരണ ജനങ്ങളുടെയും ആഗ്രഹം ഈ സർക്കാർ തുടർന്ന് മുന്നോട്ട് പോകണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ സർക്കാർ തന്നെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് നടന്നു പോണ ഒരു സർക്കാരാണ് ഇപ്പം നമ്മളെ പിണറായി സർക്കാർ. നല്ല വികസനമായി കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇപ്പം നമ്മളെ റോഡെന്ന് പറയണത് ഏത് ഭാഗത്ത് പോയാലും, പണ്ടാണെങ്കിൽ ഊട് വഴി കൂടെ പോയാൽ അത്രയും കല്ലും മണ്ണും ഒക്കെയാണ്. ഇപ്പം ഏത് റോഡ് പോയാലും 6 മീറ്റർ വീതിയുണ്ട്, നല്ല സിമൻ്റ് ഇട്ട റോഡുകളാണ്. യാതൊരു പ്രശ്നവുമില്ല. ഭരണത്തിനെ കുറിച്ച് യാതൊരു അഭിപ്രായം പറയാനില്ല. സൂപ്പർ ഭരണമാണ്. ഇനിയും വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം.
ഇത്രയും ആൾക്കാർക്ക് വീട് കിട്ടിയത് ഏറ്റവും നല്ല കാര്യം. നല്ല സർക്കാരാണ്, നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കുടിലുകളൊന്നും കാണാനേ ഇല്ല. എല്ലാവരും നല്ല ടെറസ് വീട്ടിലാണ് കിടക്കുന്നത്, ഞങ്ങൾ ഉൾപ്പെടെ. എല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ കൊടുത്ത വീടുകളിലാണ് ഞങ്ങളെല്ലാവരും കിടക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ മുതൽ പണക്കാർ. ഇനിയും ഈ LDF എന്നെ ഭരണത്തിൽ വരണം, എന്നാൽ വീണ്ടും പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പെൻഷൻ 2000 രൂപ വരെയായി. പാവങ്ങൾക്ക് അതൊരു വലിയ സഹായമാണ്. മേഖലയിലെന്ന് പറഞ്ഞാൽ നമ്മളെ വിദ്യാഭ്യാസ മേഖല പോലെ ആരോഗ്യ മേഖല നല്ല പ്രവർത്തനമാണ് ഇപ്പം. എന്ന് വെച്ചാൽ എല്ലായിടത്തും മരുന്ന് സൗകര്യമുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളൊരു നാട്ടുമ്പുറമാണ്, പക്ഷെ അവിടെ തന്നെ നല്ല രീതിയിലാണ് ആശുപത്രിയൊക്കെ പോകണം. എല്ലാ മരുന്നുകളും ഉണ്ട്. അതുപോലെ പിന്നെ കൊച്ചുകുട്ടികൾ ഇപ്പം തന്നെ ഒരു കുട്ടിയുടെ അവയവങ്ങളും കൊണ്ടുവന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക്. പിന്നെ ആരോഗ്യ മേഖലയിൽ നല്ല പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും, ഈ കൃഷിയായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും, വിദ്യാഭ്യാസ മേഖലയൊക്കെ ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നമ്മളെ വിദ്യാഭ്യാസ മേഖല നമുക്ക് എല്ലാ സ്ഥലത്ത് ഇതുപോലെ അല്ല, എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല. അത് LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം, എങ്കിലേ ബാക്കിയുള്ള ഇനിയും നമുക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയുണ്ട്. അപ്പോൾ അധികാരത്തിൽ സർക്കാർ വരണാൽ നമുക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മുന്നേ വാടകയ്ക്കായിരുന്നു. 2 മക്കളും ഒരമ്മയും ഭർത്താവും അടങ്ങുന്ന കുടുംബമാണ്. എന്തായാലും നമുക്കൊരു കൈത്താങ്ങായി 4 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. ഇപ്പം നല്ലൊരു വീട് വെച്ചായിരുന്നു. കാരണം ഇനി LDF അടുത്ത വർഷം LDF വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ നമുക്ക് 35 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈത്താങ്ങായ 1000 രൂപ പെൻഷൻ കിട്ടി തുടങ്ങി. കഴിഞ്ഞ ആഴ്ച കിട്ടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ജോലിയുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ 1000 രൂപ കിട്ടുന്നത് നമുക്കൊരു ഇതാണ്. കാരണം ഇപ്പം ഞാൻ തൊഴിലുറപ്പിൻ്റെ മേറ്റാണ്. ഈ പെൻഷനൊക്കെ കറക്റ്റായിട്ട് ഈ സർക്കാർ നമുക്ക് തരുന്നുണ്ട്. എത്ര വർഷം 10 വർഷം ഭരിച്ചാലും ഈ സർക്കാർ തന്നെ ഇനിയും തുടരെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മണ്ണ് പദ്ധതിയിൽ ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ പേര് വന്ന് മണ്ണ് വാങ്ങി വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ ഇതൊരു 4 ലക്ഷം രൂപ വലിയ ഉപകാരമാണ് പിണറായി സാർ എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരു വീട് വെച്ച് താമസമായിട്ട് 3 മാസമായി. നല്ല ഇപ്പം 1000 രൂപ പെൻഷനുണ്ട്. എല്ലാം കൊണ്ട് പിന്നെ തൊഴിലുറപ്പൊക്കെ ഉണ്ട്, അതെല്ലാം ഒക്കെ ഉണ്ട്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും ആണ്. മോളെ അയച്ച് നല്ല സഹായവും ആനുകൂല്യവും പാവപ്പെട്ടവരെയൊക്കെ ഒരുവിധമൊക്കെ കരയ്ക്ക് അടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ സർക്കാർ തന്നെ വരണമെന്ന്. എൻ്റെ പേര് ബിമിരാജ് എന്നാണ്. വെട്ടുകാട് വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വർഷക്കാലങ്ങൾ കൊണ്ട് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പം 2 സെൻറ്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു. വീടില്ലാതെ വീണ്ടും വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ലൈഫ് മിഷൻ്റെ വീട് എനിക്ക് അനുവദിച്ച് കിട്ടിയത്. അത് ഒരു വലിയ അനുഗ്രഹമായി തന്നെ കാണുന്നത്. കാരണം ഞാൻ അത്രയും കാലം വാടക വീട്ടിലൊക്കെ ചെറിയ ചെറിയ വീടുകളിലാണ് കിടന്നിരുന്നത്. എങ്കിലും ഇത് അടച്ചുറപ്പോട് കൂടിയ നല്ലൊരു വീട് ഈ ഒരു പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തി എനിക്ക് തന്നതിൽ അത് ചെയ്യാൻ സാധിച്ചു. ഈ സർക്കാരിന് എൻ്റെ അഭിവാദ്യങ്ങൾ.